വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ദുഃഖങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. യെശയ്യാവ് 53 അധ്യായം 4 വാക്യം. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. ജീവിതത്തിന്റെ സന്തോഷങ്ങളിൽ പങ്കുചേരാൻ പലരും ഒത്തുകൂടും. സമ്പത്തിന്റെ സമൃദ്ധി ആസ്വദിക്കാൻ പലരും ഒഴുകിയെത്തും. പ്രശസ്തിയും വിജയവും ഉണ്ടാകുമ്പോൾ എണ്ണമറ്റ ആളുകൾ നിങ്ങളോടൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ നമ്മുടെ കഷ്ടപ്പാടുകളിലും ദുഃഖങ്ങളിലും പോരാട്ടങ്ങളിലും പങ്കുചേരാൻ ആരുണ്ട്? ഏകനേയുള്ളൂ, യേശുക്രിസ്തു. അവൻ സ്വർഗത്തിന്റെ മഹത്വം ഉപേക്ഷിച്ച് നമുക്ക് വേണ്ടി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. പിതാവായ ദൈവത്തിന്റെ പുത്രൻ എന്ന സ്ഥാനം ഉപേക്ഷിച്ച് ഒരു ദാസന്റെ രൂപം സ്വീകരിച്ചു. നമ്മുടെ വേദനയിലും ദുഃഖത്തിലും പങ്കുചേരാൻ മഹത്വത്തിന്റെ രാജാവ് മനുഷ്യരൂപം സ്വീകരിച്ചു. അവൻ നമുക്ക് വേണ്ടി വിശപ്പും ദാഹവും സഹിച്ചു. ഈ ജീവിതത്തിൽ നാം നേരിടുന്ന എല്ലാത്തരം കഷ്ടപ്പാടുകളിലൂടെയും യേശു നടന്നു. അവൻ നമ്മെപ്പോലെയായി ദുഃഖം പരിചയപ്പെട്ടു. അതിലുപരി അവൻ നമുക്ക് വേണ്ടി ഒരു മുൾക്കിരീടം വഹിച്ചു. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശ് ചുമന്നു. നമ്മുടെ ഹൃദയഭാരങ്ങൾ അവൻ അറിയുന്നു. മനുഷ്യന്റെ ഹൃദയത്തിലെ ഉത്കണ്ഠ വിഷാദത്തിന് കാരണമാകുന്നു എന്ന് സദൃശവാക്യങ്ങൾ 12 അധ്യായം 25 വാക്യത്തിൽ പറയപ്പെടുന്നു. അവിവേകവും വേദനാജനകവുമായ വാക്കുകൾ ഒരു വാൾ പോലെ നമ്മുടെ ഹൃദയങ്ങളെ തുളച്ചു കയറുന്നു. വാൾ കൊണ്ട് കുത്തുന്നത് പോലെ സംസാരിക്കുന്നവരുണ്ട് എന്ന് സദൃശവാക്യങ്ങൾ 12 അധ്യായം 18 വാക്യത്തിൽ കാണാൻ സാധിക്കുന്നു. വഞ്ചനപരമായ നാവ് മൂർച്ചയുള്ള ഒരു ക്ഷൗരക്കത്തി പോലെയാണെന്ന് ബൈബിൾ നമുക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു. ഇത് സങ്കീർത്തനം 52 അധ്യായം 2 വാക്യത്തിൽ കാണാൻ സാധിക്കും. യേശു മനസ്സോടെ ഈ കഷ്ടപ്പാടുകളിൽ പങ്കെടുത്തു. നമുക്ക് ദുഃഖവും നേരിടേണ്ടി വരുമെന്ന് അറിഞ്ഞുകൊണ്ട് അവൻ നമ്മുടെ മുറിവുകൾ സ്വയം ഏറ്റെടുത്തു. കാരണമില്ലാതെ അവൻ തന്റെ ഹൃദയത്തിലും ശരീരത്തിലും വേദന വഹിച്ചു. ക്ഷമയോടും സ്നേഹത്തോടും കൂടി അത് സഹിച്ചു. ദൈവമക്കളെ, നിങ്ങൾ ദുഃഖത്തിന്റെ പാതയിലൂടെ കടന്നു പോകുന്നുണ്ടോ? നിങ്ങൾ ദുഃഖത്താൽ ഭാരപ്പെടുന്നുണ്ടോ? നമ്മുടെ സ്നേഹനിധിയായ കർത്താവായ യേശുക്രിസ്തുവിന്റെ 5 മുറിവുകളെ കുറിച്ച് ധ്യാനിക്കുക. നിങ്ങളുടെ കഷ്ടപ്പാടുകളിൽ അവൻ നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നും നിങ്ങളുടെ എല്ലാ വേദനകളിലും പങ്കുചേരുന്നുവെന്നതും ഓർമ്മിക്കുക. യെശയ്യാവ് 53 അധ്യായം വായിക്കുമ്പോഴെല്ലാം നിങ്ങളുടെ ദുഃഖങ്ങൾ വഹിക്കുകയും നിങ്ങളുടെ ദുഃഖം വഹിക്കുകയും ചെയ്ത കർത്താവിനുള്ള സ്തുതിയാൽ നിങ്ങളുടെ ഹൃദയം നിറഞ്ഞു കവിയട്ടെ. ക്രൂശിന്റെ ചുവട്ടിൽ മുട്ടുകുത്തി കാൽവറിയുടെ സ്നേഹത്തെക്കുറിച്ച് ചിന്തിക്കുക. തന്റെ മുൾക്കിരീടത്താൽ നമ്മെ ബന്ധിക്കുകയും തുടരുകയും ചെയ്യുന്ന എല്ലാ ശാപങ്ങളും അവൻ തകർത്തു. ആണി കുത്തിയ കൈകളാൽ അവൻ നമ്മെ പാപത്തിൽ നിന്ന് ശുദ്ധീകരിക്കുന്നു. നമുക്ക് വേണ്ടി മുറിവേറ്റും രക്തം ചൊരിഞ്ഞും കർത്താവായ യേശു സാത്താന്റെ ശക്തികളെ പരാജയപ്പെടുത്തി നമുക്ക് വിജയം നൽകുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം യോഹന്നാൻ 16 അധ്യായം 33 വാക്യം. നിങ്ങൾക്കെന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇന്നത്തെ ബൈബിൾ വായന: രാവിലെ ലേവ്യ പുസ്തകം 17-18 അധ്യായങ്ങൾ, വൈകുന്നേരം മത്തായി 27 അധ്യായം 27 മുതൽ 50 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.